നമ്മുടെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു എക്സ്പോ ആണ്. അവരുടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ, അവരുടെ കഴിവുകൾ, ചിത്രരചന, അങ്ങനെയായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പോ ആണ്. ഇത്ര മനോഹരമായ ചിത്രങ്ങൾ ഒരു ചേച്ചി സ്വന്തം കാലുകൊണ്ട് വരച്ചതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒറ്റ നോട്ടത്തിൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത്. നല്ല പെർഫെക്ഷനുള്ള ചിത്രങ്ങളാണ്. അപ്പോൾ ഇത്രയും മനോഹരമായ ചിത്രങ്ങൾ കാലുകൊണ്ട് വരച്ച ചേച്ചീനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ചേച്ചി വരച്ച ചിത്രങ്ങളാണോ ഈ കാണുന്നതൊക്കെ? ഇപ്പൊ എങ്ങനെയാണ് ഇത്ര മനോഹരമായ ചിത്രങ്ങൾ വരക്കണ? എങ്ങനെയാ? ഞാന് ചെറുപ്പത്തിൽ തന്നെ ഞാൻ വരയ്ക്കുമായിരുന്നു. ഇതൊക്കെ വരക്കാനായിട്ട് ഏകദേശം എത്ര ദിവസങ്ങളൊക്കെ എടുക്കും? ഒരുപാട് സമയം എടുക്കും? ഇത് ഞാനൊരു 80 ചിത്രങ്ങളുണ്ടായിരുന്നു. 18 ചെയ്തൊരു 2 വർഷത്തിലാണ് ഞാൻ ഈ 18 ചിത്രം ഞാൻ പൂർത്തിയാക്കിയത്. ഓരോ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് ഒരു 2 ആഴ്ച ഒക്കെ സമയം എടുത്തിട്ടുണ്ട്. എവിടെ ചേച്ചിയുടെ സ്ഥലം എവിടെയാ? എന്റെ വീട് പൈങ്ങോട്ടൂർ. എവിടെയാണ്? പൈങ്ങോട്ടൂർ. അതെവിടെയാണ് സ്ഥലം? മൂവാറ്റുപുഴ കഴിഞ്ഞ്. അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിച്ചതാണ്. നല്ല കുഴപ്പമില്ല. ചേച്ചിയുടെ വീഡിയോസ് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അതായത് ഇവിടെ വാർത്തകളിലോ അങ്ങനെ യൂട്യൂബ് ചാനലിലോ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട് മനോഹരമായിട്ട്. അപ്പോൾ ചേച്ചിയുടെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിത്രങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് എങ്ങനെ അയച്ചു കൊടുക്കാനോ കൊറിയർ ചെയ്യാനൊക്കെ പറ്റുമോ? കൊറിയർ ചെയ്യണം. ഇതിൻ്റെ അകത്ത് കണ്ട ചിത്രങ്ങള് കൊറിയറിന് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഇതാക്കി എടുക്കണം, പൊളിച്ചെടുക്കണം. എന്നിട്ട് വേണം റോൾ ചെയ്ത് വേണം അയക്കാൻ. റോൾ ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലേ? അല്ലെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് മേടിക്കാം. ഇപ്പൊ നമുക്കൊരു ഒബ്ജക്റ്റ് വരക്കണമെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് വാട്സപ്പ് വഴി അയച്ചു തന്നു കഴിഞ്ഞാൽ എനിക്ക് ഏത് ചിത്രമാണോ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ പിക്ചറിന്റെ ഫോട്ടോ അയച്ചു തരുവാണെങ്കിൽ ഞാൻ അത് തന്നെ വരച്ചവർക്ക് ആളുകളുടെ മുഖങ്ങളൊക്കെ. അപ്പൊ ഒരു ബർത്ത്ഡേ ആയിക്കോട്ടെ, ഒരു വെഡിങ് ആനിവേഴ്സറി, അതിന് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് എന്തുകൊണ്ട് ചേച്ചിയുടെ വര കൊണ്ട് അടിപൊളിയായിട്ടൊരു സാധനം കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് സമീപിക്കാം, ധൈര്യമായിട്ട് സമീപിക്കാം. അത് ഈ ചിത്രങ്ങളുടെ ഒരു ക്ലാരിറ്റിയും ഭംഗിയും കാണുമ്പോൾ അറിയാം. ധൈര്യമായിട്ട് സമീപിക്കാതെ. അങ്ങനെ നമ്മൾ സ്വപ്ന ചേച്ചിയെ പരിചയപ്പെട്ടു. സ്വപ്ന ചേച്ചി വരച്ച ചിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെ കണ്ടു. ഇനി നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ കാണാം. സ്വപ്ന ചേച്ചി വരച്ച ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് പ്രകൃതിയും സംഭവങ്ങളൊക്കെ ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായ ചിത്രങ്ങൾ വരച്ചതാ. ഇതും ഒരു ചേച്ചി വരച്ചതാണ്. ചേച്ചി വരച്ചത് സ്വന്തം വായ കൊണ്ടാണ്. അപ്പൊ ആ ചേച്ചിനെ നമുക്കൊന്ന് പരിചയപ്പെടാട്ടോ. നമസ്കാരം. ചേച്ചിയുടെ പേരെന്താണ്? സുനിത തൃപ്പാടിക്കര. ചേച്ചി വരച്ച ചിത്രങ്ങളാണ് ഈ കാണുന്നത് അല്ലേ? എങ്ങനെയാണ്, എത്ര തവണ എടുക്കും ഈ ചിത്രമൊക്കെ വരക്കാൻ വേണ്ടി? ഇത് ഒന്ന് വരക്കാനാണോ അല്ല മൊത്തം? അല്ല, ചെറുപ്പത്തിലേ വരക്കുമായിരുന്നു. പ്ലസ് ടുവിന് ശേഷമാണ് വായ കൊണ്ട് വരക്കാൻ തുടങ്ങിയത്. ഇപ്പൊ വായ കൊണ്ടാണ്. കൈക്ക് മസ്കുലർ ആട്രോഫി എന്ന് പറഞ്ഞ അസുഖം ബാധിച്ചിട്ട് കൈ തളർന്നുപോയി. അപ്പോൾ അതിനുശേഷം എൻ്റെ ഏട്ടൻ ഗണേഷ് കുമാർ ഉണ്ട്, അദ്ദേഹം മൗത്ത് പെയിന്ററാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇൻസ്പിറേഷനിൽ ഞാനും വായ കൊണ്ട് വരക്കാൻ തുടങ്ങി. ചേച്ചിയുടെ വീഡിയോ ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലാണോ എവിടെയോ? അതെ. അപ്പോ ചേച്ചിയുടെ സ്ഥലം എവിടെയാണ്? കണ്ണൂര് പയ്യന്നൂരാ. അപ്പൊ ചേച്ചിയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് പ്രൊഡക്റ്റുകൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ ഇനോഗ്രേഷന്റെ സമയത്ത് ചേച്ചി സ്പെഷ്യൽ ആയിട്ടൊരു ചിത്രം വരച്ചു എന്നൊക്കെ കേട്ടു. ഞാനായിരുന്നു സപ്നയായിരുന്നു ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൂടി ചേർന്ന് ചിത്രം വരച്ച്, അതുകൊണ്ടാണ്. ചേച്ചിയുടെ നമ്പർ ഞാൻ അതിൽ കൊടുത്തേക്കാം. അങ്ങനെ നമ്മൾ സുനിത ചേച്ചിനെയും പരിചയപ്പെട്ടു. സുനിത ചേച്ചിയുടെ വിശേഷങ്ങളും പങ്കുവെച്ചു. അപ്പോൾ സുനിത ചേച്ചി വരയ്ക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സുനിത ചേച്ചിയുടെ നമ്പർ ഞാനിവിടെ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബ് ചാനലുണ്ട്. എന്താണ് ചാനലിന്റെ പേരെന്താണ്? അപ്പൊ ചാനൽ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തേക്കാം. അപ്പൊ ചേച്ചിയുടെ നല്ല ഭംഗിയുള്ള വീഡിയോസ് ഒക്കെ ആളുകൾ കാണട്ടെ. ഏതായാലും നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേച്ചിയുടെ ചാനലിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ സംസാരിക്കുന്നതിനിടയിലെ കുറച്ച് വർത്തമാനം പറയുന്നതായിട്ട് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യണം കേട്ടോ. അത് മറ്റൊന്നുമല്ല, ഇവിടെ തൊട്ടടുത്ത് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളാണ്. അതൊന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. 2.63 കോടി ജനങ്ങൾ ഈ ഡിസേബിളേഴ്സ് ആണ്. അവരുടെ കൂടെ 3-4 പേരുണ്ട്. അപ്പൊ മൊത്തം കണക്ക് കൂട്ടുമ്പോൾ ഈ വിഷയം ഇന്ത്യയിലെ 15 കോടി ജനങ്ങളുടെ വിഷയമാണ്. 15 മുതൽ 20 വരെ വരുന്ന കോടി ജനങ്ങളുടെ വിഷയമാണ്. അപ്പൊ അത്രയും ആളുകളെ ശ്രദ്ധിക്കാതെ ഒരു ഗവൺമെന്റിന്, ഒരു സംഘടനയ്ക്ക്, ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ആ കൂട്ടായ്മകളിലെത്തി
കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്ന് നമ്മൾ പറയുന്നു. കേരളത്തിലാണെങ്കിൽ 11 വർഷത്തിന് മുമ്പേ കണക്കുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഇതുവരെ കണക്കൊന്നുമില്ല. എന്തായാലും 12 ലക്ഷം നമ്മുടെ അത്ര വരും എന്ന് നമ്മുടെ കമ്മീഷണർ തന്നെ ഇവിടെ അവതരിപ്പിച്ചു. ഞങ്ങൾ അങ്ങനെ 15 എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ഈ ഡിസബിലിറ്റി പങ്കുവെക്കുന്ന ആളുകളുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരനുണ്ട്, അങ്ങനെ 4 പേരെങ്കിലും കാണും. അപ്പൊ കേരളത്തിൽ ഇത് 50 ലക്ഷം പേരുടെ വിഷയമാണ്. എബിലിറ്റീസ് ഇന്ത്യ എക്സ്പോ എന്ന പേരിൽ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ, വരയ്ക്കുന്ന ചിത്രങ്ങൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ്, അതായത് അവർക്ക് ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ അവർ ചെയ്യുന്ന വസ്തുക്കളൊക്കെ വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു എക്സിബിഷനാണ്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ സുനിത ചേച്ചിനെയും സ്വപ്ന ചേച്ചിനെയും നമ്മൾ പരിചയപ്പെട്ടു. ഇതുപോലെ മറ്റൊരുപാട് പേര് അവരുടെ പലതരത്തിലുള്ള കഴിവുകൾ അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പല പല വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന വീഡിയോകളുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ നമ്മളൊരു പ്ലേലിസ്റ്റ് ആയിട്ടും ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ കണ്ടേക്കാം. അവരെയൊക്കെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ അതെല്ലാത്തിനും വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്ത് അവർക്ക് സഹായകരമാവുന്ന രീതിയിൽ നിങ്ങൾക്ക് അവരുടെ പ്രൊഡക്റ്റുകളും മേടിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ പരിചയപ്പെട്ട സുനിത ചേച്ചിയുടെയും സ്വപ്ന ചേച്ചിയുടെ ഒക്കെ യൂട്യൂബ് ചാനലുകളും അതുപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ ഒന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ വരയ്ക്കുന്ന മനോഹരമായ ചിത്രങ്ങളും അവരുടെ വിശേഷങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടി സപ്പോർട്ട് ചെയ്തേക്കാം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അവരുടെ ചാനലുകളും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ വീഡിയോ എടുക്കാനെത്തിയ ദിവസം വിജയലക്ഷ്മി ചേച്ചിയുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇവിടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയെ കൂടി വന്നേക്കാം. അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് നെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. കൊടുക്കുള്ളൊരാ ജലക്കും നെറ്റില ചെല്ലത്തിലോ